ഹലോ എവരിവൺ, RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിന്റെ ഹീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ ഫിസിക്സ് ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചത്. ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ടോപ്പിക്കിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഡിസ്കസ് ചെയ്ത് ഓരോ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാം. ഫിസിക്സ് 4 ഹീറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 273 കെൽവിൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 273 കെൽവിൻ എന്ന് വെച്ചാൽ എത്രയാണ് എന്നാണ് ചോദ്യം. RRB ഗ്രൂപ്പ് ഡി 2018 ചോദിച്ച ചോദ്യമാണ് 273 കെൽവിൻ. കെൽവിൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. SI യൂണിറ്റ് കെൽവിൻ ആണ്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. കെൽവിൻ മാത്രമല്ല യൂണിറ്റ്, വേറെ സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ ഫാരൻ ഹീറ്റ് മറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഈ യൂണിറ്റുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിലേക്കും ഉള്ള ഇന്റർ കൺവേർഷൻസ് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് ഞാൻ അതിനുവേണ്ടി രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് പറയുന്നു. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഡിഗ്രി കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. അതായത് ഈ ഇക്വേഷനകത്ത് നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂവിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയാം, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നു. ഇതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? അപ്പോൾ 0 ഡിഗ്രി, ഈ ഡിഗ്രി സെൽഷ്യസിന്റെ ഭാഗത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ഡിഗ്രി കെൽവിൻ ഈസ് ഈക്വൽ ടു 0 പ്ലസ് 273, അതായത് 273 കെൽവിൻ. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 273 കെൽവിൻ ആണ്. ഇങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺവേർഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതുപോലെ ഫാരൻ ഹീറ്റുമായിട്ടുള്ള ഒരു കൺവേർഷനും പഠിക്കുക. ഡിഗ്രി ഫാരൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഇതാണ് അടുത്ത ഒരു ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ടും ഫാരൻ ഹീറ്റിലോട്ടും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഇക്വേഷൻ കൂടെ ഓർത്തുക. ഡിഗ്രി ഫാരൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു ഓപ്ഷൻ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഡിഗ്രി സെൽഷ്യസിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന വാല്യൂവിനെ ഫാരൻ ഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ഡിഗ്രി ഫാരൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. 0 പ്ലസ് 32. അപ്പോൾ അത് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ എത്ര വരും? ഇവിടെ 0 ആവും. 9/5 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആവും. പ്ലസ് 32 അല്ലേ. അപ്പോൾ ഡിഗ്രി ഫാരൻ ഹീറ്റിൽ അതിന്റെ വാല്യൂ 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഡിഫറൻറ്റ് സ്കെയിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 273 കെൽവിൻ ഇക്വാലന്റ് ആയിട്ടുള്ള വാല്യൂ ഓപ്ഷൻസിൽ ഏതായിരിക്കും? 100K ഉണ്ട്, 10K ഉണ്ട്, 10 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. നമ്മളിവിടെ ചെയ്തത് തന്നെയാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 273 കെൽവിൻ ആണ്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 273 കെൽവിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽഷ്യസ് ടു കെൽവിൻ ടെമ്പറേച്ചർ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് ഗ്രൂപ്പ് ഡിക്ക് തന്നെ ചോദിച്ച ചോദ്യമാണ്. സെൽഷ്യസ് സ്കെയിലും കെൽവിൻ ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്ത് തന്നെ ഉത്തരമുണ്ട്. ആദ്യത്തെ ഉത്തരമാണോ? അല്ല. ഇതിനകത്ത് ഏതാണ് ശരി ഉത്തരം? 0 ഡിഗ്രി കെൽവിൻ ഈസ് ഈക്വൽ ടു 273 ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ല. 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, അതുകൊണ്ട് തെറ്റിപ്പോകരുത്. ഇതാണ് കൃത്യമായ വാല്യൂ. ഓക്കെ. ഇനി അബ്സല്യൂട്ട് 0 എന്ന് വെച്ചാൽ എത്രയാണെന്ന് ചോദിക്കാം. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 കെൽവിൻ ആണ്. 0 കെൽവിൻ ആണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിൻ. ഈ ഒരു കാര്യം കൂടി എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അബ്സല്യൂട്ട് 0 വാല്യൂ എന്ന് പറയുന്നത് 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടെമ്പറേച്ചർ ക്യാൻ വാട്ടർ എക്സിസ്റ്റ് ഇൻ ബോത്ത് ലിക്വിഡ് ആൻഡ് സോളിഡ് കണ്ടീഷൻ? ഏത് ടെമ്പറേച്ചറിലാണ് സോളിഡിന് അല്ലെങ്കിൽ വാട്ടറിന്റെ കാര്യമാണ് എടുത്ത് ചോദിച്ചത്. വാട്ടറിന് സോളിഡിലും ലിക്വിഡിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ നമുക്കറിയാം. വെള്ളം നമ്മളെടുത്ത് വെള്ളം തണുപ്പിക്കുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ്
വെള്ളം എന്തായിട്ട് മാറുന്നത്, സോൾഡ് ആയിട്ട് മാറുന്നത്, അതായത് ലിക്വിഡ് സോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 0 ആണ്. ആ ടെമ്പറേച്ചറിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് വാട്ടറിന് ബോത്ത് ലിക്വിഡ് ആൻഡ് സോൾഡ് കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതും ഗ്രൂപ്പ് ഡിയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കണം. അപ്പോൾ ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഇസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ മാക്സിമം? വെള്ളത്തിന്റെ ഡെൻസിറ്റി മാക്സിമം ആവുന്ന ടെമ്പറേച്ചർ ഏത്? ഈ ഒരു ഫിനോമിനൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് വാട്ടറിന്, വെള്ളത്തിന് മാക്സിമം ഡെൻസിറ്റി ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചാൽ, മാക്സിമം ഡെൻസിറ്റി ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, 0 ഡിഗ്രിയിൽ നിന്ന് 4 ഡിഗ്രിയിലോട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണെന്ന് കരുതുക. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിനെ 4 ഡിഗ്രിയിലോട്ട് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു. അങ്ങനെ ആവുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഡെൻസിറ്റി കൂടി 4 ഡിഗ്രി എത്തുമ്പോൾ അതിന് മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. ഇനി 4 കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിനെ 10 ഡിഗ്രിയിലോട്ട് വീണ്ടും ചൂടാക്കിയാലും ആ ഡെൻസിറ്റി കുറഞ്ഞു വരും. 4 ഡിഗ്രിയിലാണ് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി. ഈ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി, ഈ ഒരു പ്രത്യേകതയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഡെൻസിറ്റിയാണ് മാക്സിമം 4 ഡിഗ്രിയിൽ പറഞ്ഞത്. അപ്പോൾ ഡെൻസിറ്റി മാക്സിമം ആകുമ്പോൾ അതേസമയം വോളിയം വേണമെങ്കിൽ ചോദിക്കാം. വോളിയം അവിടെ മിനിമം ആയിരിക്കും. ഇതിന്റെ ഇൻവേഴ്സ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അതായത് ഡെൻസിറ്റി 0 to 4 കൂടുകയാണ്, അതേസമയം വോളിയം ആണെങ്കിൽ 0 to 4 കുറയുകയാണെന്ന് വേണം പറയാൻ. കാരണം ഡെൻസിറ്റിയും വോളിയവും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം 0 മുതൽ 4 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി കൂടും, അതേസമയം വോളിയം കുറയും. ഓക്കെ, ഈ ഒരു കാര്യം കൂടി ഓർത്തോളുക. അപ്പം വാട്ട് ടെമ്പറേച്ചർ ഈസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ മാക്സിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് എല്ലാം കെൽവിൻ ആണ്. അപ്പൊ കെൽവിൻ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? 273 കൂടി ആഡ് ചെയ്യണം. 273 പ്ലസ് 4 എത്ര വരും? 277 വരും. 277 കെൽവിൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, -273.15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. -273.15 ഇത് കൃത്യമായ വാല്യൂ ആണ്. 273 എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും പോയിന്റ് ഇട്ട് പറയുകയാണെങ്കിൽ -273.15 എന്ന് പറയാം. അപ്പം -273.15 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു, ഡിഗ്രി കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് തന്നിരിക്കുന്നത്? -273.15 പ്ലസ് 273 ചെയ്യുമ്പോൾ എത്ര കിട്ടും? മൈനസും പ്ലസും കൂടെ ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 0. ഇത് 0.15 നിങ്ങൾ കരുതണ്ട, അത് ചെറിയ വാല്യൂ ആണ്. അതിന് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 273 എന്നും പറയാറുണ്ട്, 273.15 എന്നും പറയാറുണ്ട്. അപ്പം ഇതിന്റെ ഉത്തരം 0 കെൽവിൻ. ഓപ്ഷൻ എ ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ദ മോളിക്യൂൾ ഓഫ് എ ഫ്ലൂയിഡ് ട്രാൻസ്മിറ്റ് ദ ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? അതായത് ഇതിൽ ഏത് ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡിലാണ് ഒരു ഫ്ലൂയിഡ് ഹീറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിന് 3 മെത്തേഡ്സ് ഉണ്ട്. 3 വഴികളിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഒന്ന് കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഈ 3 മെത്തേഡ്സ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന 3 മെത്തേഡ്സ്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അത് ഈ 3 മെത്തേഡ്സ് എവിടെയാണ് വരുന്നതെന്ന് പറയാം. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ്സിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടക്ഷൻ. അതായത് ഇപ്പം ചൂടുള്ളൊരു പാത്രം എടുത്ത് നമ്മുടെ കയ്യിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിഡ് പാർട്ടിക്കിൾസ് തമ്മിൽ ഹീറ്റ് നമ്മുടെ കയ്യിലേക്ക് ആ പാത്രത്തിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അല്ലാതെ കണ്ടക്ഷൻ വഴിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കണ്ടക്ഷൻ ആണ്. ഇനി കൺവെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് മീഡിയം, ഒരു വാട്ടർ ആവാം, എയർ ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് മീഡിയത്തിന്റെ ഹെൽപ്പോട് കൂടി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. ഇപ്പൊ നമ്മളൊരു ചൂടായ ഒരു പ്രതലത്തിലേക്ക് ചൂട് അല്ലെങ്കിൽ തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കുമ്പോഴത്തേന് ആ ചൂട് സ്ഥലത്ത് നിന്ന് ആ തണുത്ത വെള്ളം ആ ഹീറ്റിനെ ക്യാരി ചെയ്ത് പോകും അല്ലെ, അവിടെ ഒരു ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഈ റേഡിയേഷൻ, മൂന്നാമത്തെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഇങ്ങനെ മീഡിയംസ് ഒന്നുമില്ല, ഇടയിൽ മീഡിയം ഒന്നുമില്ല. ഒരു സ്ഥലത്ത് നിന്ന്
മറ്റൊരു സ്ഥലത്തേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വേവ്സിന്റെ ഹെൽപ്പോട് കൂടി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എത്താൻ കാരണമായ ഏത് റേഡിയേഷൻ ആണെന്ന് ചോദിച്ചാൽ അത് ഏത് ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണെന്ന് ചോദിച്ചാൽ അത് റേഡിയേഷൻ ആണ്. സൂര്യനിൽ നിന്ന് എർത്തിലേക്ക് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് വേവ് എത്താൻ കാരണം റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്തോളൂ. ഇത് RRB ഗ്രൂപ്പ് ഡി 2018 ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ മോളിക്യൂൾ ഓഫ് എ ഫ്ലൂയിഡ് ട്രാൻസ്മിറ്റ് ദ ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഫ്ലൂയിഡ് എന്ന വാക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് സംശയം വേണ്ട, നമ്മൾ കൺവെക്ഷൻ മെത്തേഡിലോട്ട് വന്നു. ഈ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്ഷനിലേക്ക് പോയേനെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ് ഇൻ ആൻ ഒബ്ജക്ട് ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഒരു ഒബ്ജക്റ്റിൽ എന്തിന്റെ പ്രസൻസ് ആണ് അതിനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് ആണ്, ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഒരു ഒബ്ജക്റ്റിൽ ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, ഇലക്ട്രോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഈസ് ഇൻസൈഡ് ദ സോളാർ കുക്കർ. സോളാർ കുക്കറിന്റെ ഉള്ളിലുള്ള കളർ ഏതാണെന്നാണ് ചോദ്യം. ഇത് ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആണ്. സോളാർ കുക്കറിന്റെ ഉള്ളിലുള്ള കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അങ്ങനെ ബ്ലാക്ക് ആക്കാനുള്ള കാരണം ബ്ലാക്ക് കളറാണ് എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറാണ് എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുന്നത്. മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് സോളാർ കുക്കറിന്റെ അകത്ത് കളർ ബ്ലാക്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം വൈറ്റ് കളർ ആണെങ്കിൽ വൈറ്റ് എല്ലാ റേഡിയേഷൻസിനെയും റിഫ്ലക്ട് ചെയ്യും. അതാണ് വൈറ്റിന്റെ പ്രോപ്പർട്ടി. ബ്ലാക്ക് ആയതുകൊണ്ടാണ് എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുന്നത്, അങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ വെൻ എ സോളിഡ് ഒബ്ജക്റ്റ് മെൽറ്റ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു ബിക്കം ലിക്വിഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. RRB ഗ്രൂപ്പ് ഡി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ വെൻ എ സോളിഡ് ഒബ്ജക്റ്റ് മെൽറ്റ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു ബിക്കം ലിക്വിഡ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു സോളിഡ് ഒബ്ജക്റ്റ് മെൽറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്, അല്ലെ? ആ പേരിനകത്ത് തന്നെ ഉണ്ട്. സോളിഡ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവുന്നു. സോളിഡ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവും, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. അതേസമയം ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് വേപ്പറായി മാറുന്നതിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നതിനെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ഇത് മെൽറ്റിംഗ് പോയിന്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ്. വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇത് കെൽവിനിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എത്ര വരും? കൂടെ 273 കൂടെ കൂട്ടണം. അപ്പോൾ ഉത്തരം 373 കെൽവിൻ എന്ന് വേണമെങ്കിലും പറയാം. ഇനി അതേസമയം ഫ്രീസിംഗ് പോയിന്റ് ആണ് ചോദിച്ചതെങ്കിൽ ഫ്രീസ് ചെയ്യുന്നത്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അത് 273 കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമായുള്ള ക്വസ്റ്റ്യൻ ആണ്. RRB ഗ്രൂപ്പ് ഡിയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റ് ട്രാൻസ്ഫർ ടു എനി സിസ്റ്റം ഇസ് മെഷേർഡ് ഇൻ ഡാഷ്. ഹീറ്റ് ട്രാൻസ്ഫർ മെഷർ ചെയ്യുന്നത്, ഇത് ALPയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലോക്കോ പൈലറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ ടു എനി സിസ്റ്റം ഇസ് മെഷേർഡ് ഇൻ ഡാഷ്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ യൂണിറ്റ് എന്താ? ഹീറ്റ് ഇസ് ആൻ എനർജി എന്ന് നമുക്കറിയാം, അല്ലെ? ഹീറ്റ് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണെന്ന് നമുക്കറിയാം. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ സംശയം വേണ്ട, അപ്പൊ ഉത്തരം ജൂൾ ആണ്. ജൂൾ. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ടു എനി സിസ്റ്റം ജൂൾ ആണ് യൂണിറ്റ്. ജൂൾ. നമുക്ക് ബാക്കി ഓപ്ഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്താലും. കിലോ വാട്ട് എന്തിന്റെ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ് ആണ് നമുക്കറിയാം. കിലോ വാട്ട്. ഡിഗ്രി കെൽവിൻ എന്തിന്റെ യൂണിറ്റ് ആണ്? കെൽവിൻ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ്. ടെമ്പറേച്ചർ ആണ്. ഇത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ചോദിച്ചത്, ഹീറ്റ് എനർജിയാണ് ചോദിച്ചത്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ കെൽവിൻ പറയാൻ പറ്റും. ഇനി ആംപിയർ എന്തിന്റെ യൂണിറ്റാ? കറണ്ടിന്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് എനർജി കൺസർവേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ടുവന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ടുവന്നത്. എന്താണ് ആ തിയറം പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്.
എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോ ഓഫ് കൺസർവേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ എനർജിയെ പറ്റൂ. എനർജി ഉണ്ടാക്കാനും പറ്റില്ല, അത് നശിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എനർജി ക്യാൻ ഓൺലി ബി ക്രിയേറ്റഡ്, ശരിയാണോ? അല്ല, തെറ്റാണ്. എനർജി ക്യാൻ ഓൺലി ബി ഡിസ്ട്രോയിഡ്, അതും തെറ്റാണ്. എനർജി cannot ബി ക്രിയേറ്റഡ് എന്നാണ് പറയുന്നത് അല്ലേ. എനർജി cannot ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്, അത് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. എനർജി ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഓൾസോ ഡിസ്ട്രോയിഡ്, തെറ്റാണ്. എനർജി cannot ബി ക്രിയേറ്റഡ് എന്നല്ലേ പറഞ്ഞത്, അപ്പം ഇതും തെറ്റാണ്. അടുത്തത് എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, എനർജിയെ നെയ്തർ ഇതാണ് ശരി. എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് റിലേറ്റഡ് ടു ഹീറ്റ്? ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഏതാണ്? ഒപ്റ്റിക്സ് ആണോ? അല്ല, ഒപ്റ്റിക്സ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്വസ്റ്റിക്സ് ആണോ? അക്വസ്റ്റിക്സ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തെർമോഡൈനാമിക്സ് ഇതാണ് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് തെർമോഡൈനാമിക്സ്. റിലേറ്റിവിറ്റി അല്ല, റിലേറ്റിവിറ്റിയും ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതും ലൈറ്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് റിലേറ്റിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? സ്പെസിഫിക് വോളിയം ഓഫ് വാട്ടർ വെൻ ഹീറ്റഡ് അറ്റ് 0 ഡിഗ്രി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ആ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് 4 ഡിഗ്രി സെൽഷ്യസിനാണ് മാക്സിമം ഡെൻസിറ്റി. വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലാണ്, അല്ലെങ്കിൽ വാട്ടറിന് മിനിമം വോളിയം 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലാണ്, അല്ലെങ്കിൽ വാട്ടറിന്റെ മിനിമം വോളിയം 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചത്. സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ എന്ന് തന്നെ നോക്കിയാൽ മതി. വോളിയം ഓഫ് വാട്ടർ വെൻ ഹീറ്റഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 4 ഡിഗ്രി ആവും. 4ൽ നിന്ന് വീണ്ടും 10 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ കൂടി പോകും അല്ലെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വോളിയത്തിന് എന്ത് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്, ശരിയാണോ? നമ്മൾ ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞു. എന്താണ്? ആദ്യം ഇൻക്രീസ് ചെയ്യും, ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസ്. അത് ഡെൻസിറ്റി ആണെങ്കിൽ ശരി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വോളിയം ആണ്. വോളിയം എന്ന് പറയുമ്പോൾ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്, ഫസ്റ്റ് ഡിക്രീസസ് ആൻഡ് ദെൻ ഇൻക്രീസസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഓർത്തോളുക. 0 ഡിഗ്രിയിൽ നിന്ന് ടെമ്പറേച്ചർ വാട്ടറിന്റെ കൂടി വരുമ്പോൾ ആദ്യം അതിന്റെ ഡെൻസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഡെൻസിറ്റി ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഡെൻസിറ്റി അങ്ങനെ തന്നെ എഴുതി വെച്ചോളുക. ഡെൻസിറ്റി ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. അതേസമയം വോളിയം അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം ആണെങ്കിൽ സ്പെസിഫിക് വോളിയം ഫസ്റ്റ് ഡിക്രീസസ് ആൻഡ് ദെൻ ഇൻക്രീസസ്. ഇങ്ങനെയായിരിക്കണം പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. ഇതും ALPയുടെ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.